അഭിപ്രായം പറയുമ്പോൾ വിശ്വാസികളുടെ വികാരത്തെ മാനിക്കണം. അത് മാനിക്കാതെ നമ്മൾ സംസാരിക്കുന്നത് വലിയ തെറ്റാണ്. ചാനലുകൾക്ക് വേണ്ടി മാത്രം നമ്മൾ സംസാരിക്കരുത്. നമുക്കൊരു ചാനൽ ഭാഷ കയ്യടി അല്ലെങ്കിൽ ഒരു ചാനൽ സംഭാഷണ സംസ്കാരം സൃഷ്ടിക്കണം എന്ന കാര്യത്തിന് വേണ്ടി മാത്രം മുമ്പോട്ട് പോകുന്നത് ശരിയല്ല. ആരെങ്കിലും നമ്മൾ അത്തരം തെറ്റുകൾ സമൂഹത്തെ അറിയിക്കണം. ഭീഷണിയുടെ സ്വരം വിലപ്പോകില്ല. അത് നമ്മൾ തിരിച്ചറിയണം. അങ്ങനെ ആരും നമ്മളെ പേടിപ്പിക്കേണ്ടതില്ല. രാഷ്ട്രീയ നേതൃത്വം സമുദായങ്ങളിൽ ഉണ്ടാകുന്നത് എന്നും സഭ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. എത്രയോ രാഷ്ട്രീയ നേതാക്കന്മാരാണ് നമ്മുടെ യുവതിയിൽ നിന്ന് വളർന്നു വന്നത്. അതെല്ലാം നമുക്ക് സന്തോഷമാണ്, നമുക്ക് തൃപ്തിയാണ്. അവർ വഴി നമുക്ക് നിരവധിയായ അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. സഗൗരവം ആശയങ്ങൾ നിരത്തി സഭയിലൂടെ ആണ് അവർ വളർന്നതെന്നും അങ്ങനെ അവരുടെ ആശയങ്ങൾ വഴി ഈ രാജ്യത്തെ വളർത്താനായിട്ടുമാണ് അവർ ശ്രമിക്കേണ്ടത്. പതിറ്റാണ്ടുകളായിട്ട് തങ്ങളുടെ വ്യക്തിത്വം സ്ഥാപിച്ചെടുത്ത പൊളിറ്റിക്കൽ ലെഗസി സ്വന്തമാക്കി നേടിയെടുത്ത ആളുകളൊക്കെ അവരുടെ ആ ഒരു ഐഡൻറ്റിറ്റിക്ക് ചേരാത്ത വിധത്തിൽ നിൽക്കുന്നതും പറയുന്നതും സമീപിക്കുന്നതും തെറ്റാണെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. എല്ലാ സമയവും എല്ലാ മെത്രാന്മാരും വൈദികരും ന്യൂട്രലായിരിക്കണം എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു. മിണ്ടാപ്രാണികളായിരിക്കണം എന്നാണ് പറയുന്നതിൻ്റെ അർത്ഥം. അത് ഈ റിപ്പബ്ലിക് ഡെമോക്രസിയിൽ നടക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. നമുക്ക് വലിയ രാഷ്ട്രീയ വാഗ്വാദങ്ങളിലേക്കൊക്കെ പോകണ്ട. പക്ഷേ ആയിരക്കണക്കിന് വൈദികരും സമർപ്പിതരും മേലധ്യക്ഷന്മാരുമുള്ള ഈ സഭയിൽ മൂലയ്ക്ക് കൊണ്ടേയിരുത്തി മിണ്ടാപ്രാണികളായിരിക്കണം, ന്യൂട്രലായിരിക്കണം. ഇതൊക്കെ ആരോടാണ് സംസാരിക്കുന്നത്? ആർക്ക് വേണ്ടിയാണ് പറയുന്നത്? എപ്പോഴും നമ്മൾ ന്യൂട്രലായിട്ട് നിന്ന് നമ്മുടെ ഐഡൻറ്റിറ്റി എല്ലാം നഷ്ടപ്പെടും. ഓൾവേസ് ന്യൂട്രൽ മീൻസ് ഓൾവേസ് ഇറലവൻസ്. നമുക്കൊന്നും പറയാൻ പറ്റുകയില്ല, ഒന്നും നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുകയില്ല. ന്യൂട്രലായിരിക്കണം. അതൊന്നും നടപ്പുന്ന കാര്യമല്ല. അത് നടപ്പിലാക്കാൻ ആരും ചിന്തിക്കുകയും ചെയ്യരുത്.